ഹലോ എവരി വൺ, നമ്മളിന്ന് ലോജിക് സർക്യൂട്ട് ഡിസൈൻ ECT 203 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ പാർട്ട് ബി ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പാർട്ട് എ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പാർട്ട് എയിലെ 10 ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 11 തൊട്ട് ക്വസ്റ്റ്യൻ നമ്പർ 20 വരെയുള്ള 10 ക്വസ്റ്റ്യൻസ്, മൊഡ്യൂൾ 1 തൊട്ട് മൊഡ്യൂൾ 5 വരെയുള്ള 10 ക്വസ്റ്റ്യൻസ് എങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു എന്നാണ്. അതിൽ ഓരോ ക്വസ്റ്റ്യനും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമുക്ക് നോക്കാം. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, പാർട്ട് ബിയിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വെച്ച് 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് 11A ആദ്യം നോക്കാം. 11A എന്ന് പറയുന്നത് സബ്ട്രാക്ട് 46 ഫ്രം 100 യൂസിങ് 2's കോംപ്ലിമെൻ്റ് അരിത്തമെറ്റിക്. അപ്പോൾ 100 എന്ന് പറയുന്നത് ഒരു ഡെസിമൽ നമ്പറാണ്, 46 എന്ന് പറയുന്നതും ഒരു ഡെസിമൽ നമ്പറാണ്. 100ൽ നിന്ന് 46 സബ്ട്രാക്ട് ചെയ്യുക. ഏത് മെത്തേഡോളജി വെച്ചിട്ട്? 2's കോംപ്ലിമെൻ്റ് അരിത്തമെറ്റിക് വെച്ചിട്ട് സബ്ട്രാക്ട് ചെയ്യുക. ഇത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഓർത്ത് വയ്ക്കുക, 8 മാർക്സ് ആണ്. അപ്പോൾ 8 മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റെപ്സ് അടക്കം, ഡീറ്റെയിൽഡ് സ്റ്റെപ്സ് അടക്കം നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം അല്ലേ. 100ൽ നിന്ന് 46 സബ്ട്രാക്ട് ചെയ്ത് 54 റിസൾട്ട് നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ എന്ത് വന്നാലും 54 ആയിരിക്കണം നിങ്ങളുടെ ഫൈനൽ ആൻസർ. അപ്പോൾ ആൻസർ നിങ്ങൾക്ക് ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്യാം, ആൻസറിലേക്ക് നമ്മൾ എത്തിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം 46ഉം 100ഉം അല്ലേ, ഈ 46ൻ്റെയും 100ൻ്റെയും ഇക്വാലൻ്റ് ആയിട്ടുള്ള ബൈനറി കണ്ടുപിടിക്കുക. അങ്ങനെയാണല്ലോ 2's കോംപ്ലിമെൻ്റ് അരിത്തമെറ്റിക് ചെയ്യുക. അപ്പോൾ 46 നമുക്ക് കണ്ടുപിടിക്കാം. 46 ടു ദ ബേസ് 10. അപ്പോൾ നമുക്ക് 46നെ ഡിവൈഡ് വെച്ച് നേരത്തെ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ഡയറക്റ്റ് എഴുതുകയാണ്, സമയം കളയുന്നില്ല. 46നെ നമ്മൾ ഇക്വാലൻ്റ് ആയിട്ടുള്ള ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 101110 എന്നാണ് കിട്ടുക. ഇത് നമുക്ക് എങ്ങനെ കിട്ടുക നമുക്കറിയാലോ. 46 നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. ഇതുപോലെ നമുക്ക് 100ഉം ചെയ്യാം. 100 എന്നുള്ളത് ഡെസിമലാണ് തന്നിരിക്കുന്നത്. ഇതിനെ ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 11001000 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 2 കൺവേർഷൻസ് നമ്മൾ ചെയ്യുമ്പോൾ ബേസിക്കലി ഇത് എത്ര ബിറ്റാണ്? ഇത് 1 2 3 4 5 1 2 3 4 5 6 ബിറ്റാണ്. ഇതോ 7 ബിറ്റാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടും ഒരേ ബിറ്റിൽ നിങ്ങൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അഡീഷണലി ഈ 6 ബിറ്റുള്ള നമ്പറിനെ അഡീഷണലി ഒരു 0 ആഡ് ചെയ്തിട്ട് എന്താക്കുക? ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യണം, 7 ബിറ്റാക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് എന്താണ്? തന്നിരിക്കുന്ന ഡെസിമലിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്തു അല്ലേ. ഈ ബൈനറി കൺവേർഷനിൽ നിന്നാണ് നമ്മൾ ബാക്കി ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് സ്റ്റെപ്സ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്സ് വരുന്നത്. ആദ്യം ഫൈൻഡ് ദി 2's കോംപ്ലിമെൻറ്റ് ഓഫ് ദി നമ്പർ ടു ബി സബ്ട്രാക്റ്റഡ്. നമ്മൾ ഏതാണോ സബ്ട്രാക്ട് ചെയ്യേണ്ടത്, സബ്ട്രാക്ട് ചെയ്യേണ്ട നമ്പറിൻ്റെ 2's കോംപ്ലിമെൻറ്റ് കാണുക. ദിസ് ഇസ് സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറഞ്ഞാൽ പെർഫോം അഡീഷൻ. ഫസ്റ്റ് നമ്പറും രണ്ടാമത്തെ നമ്പറും 2's കോംപ്ലിമെൻറ്റ് നമ്പർ തമ്മിൽ ആഡ് ചെയ്യാം. ഇഫ് ക്യാരി ഈസ് ജനറേറ്റഡ്, ഡിസ്കാർഡ് ദി ക്യാരി. ഇഫ് ദർ ഈസ് നോ ക്യാരി, ടേക്ക് ദി 2's കോംപ്ലിമെൻറ്റ് ഓഫ് ദി സം ആൻഡ് അസൈൻ നെഗറ്റീവ് സൈൻ. അപ്പോൾ ഇതാണല്ലോ ഇതിൻ്റെ സ്റ്റെപ്സ്. അപ്പോൾ നമ്മൾ ആദ്യം 100 - 46 ആണ് നമുക്ക് ചെയ്യാനുള്ളത്. 100 - 46 അല്ലേ. അപ്പോൾ നമ്മൾ 100 ഓൾറെഡി കിട്ടി. ആദ്യം നമ്മൾ ഏതാണോ കുറയ്ക്കുന്നത്, A - B ആണ് ചെയ്യുന്നത്, B എന്നുള്ള നമ്പറിൻ്റെ 2's കോംപ്ലിമെൻറ്റ് എടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് 2's കോംപ്ലിമെൻറ്റ് ഓഫ് 0101110 നമ്മൾ കാണുക. ഇതാദ്യം 1's കോംപ്ലിമെൻറ്റ് കാണുക. 10100001 എന്ന് കിട്ടും. ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ നമുക്ക് 2's കോംപ്ലിമെൻറ്റ് കിട്ടും. 10100010. ഇതാണ് അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് ഫോം. ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? പെർഫോം അഡീഷൻ, അതായത് 100 എന്നുള്ള നമ്പർ ആഡ് ചെയ്യുക. 11001000 ഇത് ആഡ് ചെയ്ത് എന്ത് കിട്ടും റിസൾട്ട്? നിങ്ങൾ പറ. 0 + 0 0, 1 + 0 1, 0 + 1 1, 0 + 0 0, 1 + 0 1, 1 + 0 1, 1 + 1 0 വിത്ത് ക്യാരി 1. അപ്പോൾ എക്സാക്ട്ലി ഇവിടെ സംഭവിച്ചത് എന്താ? ഒരു അഡീഷണൽ ക്യാരിയും കൂടി വന്നു. ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, ഇഫ് ക്യാരി ഈസ് ജനറേറ്റഡ്, ഡിസ്കാർഡ് ദി ക്യാരി. ഈ ക്യാരിയെ നിങ്ങൾ ഡിസ്കാർഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ ഇതാണ്, 0110110. നിങ്ങൾ സപ്പോസ് ഇതൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കുക. ഒരു മിനിറ്റ്, നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ ചെക്ക് ചെയ്ത് നോക്കട്ടെ.
0110110 കറക്റ്റാണ്. 54 നിങ്ങളിത് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും. 54 എന്ന് കിട്ടും. 54 നമ്മൾ ആൻസർ വരിക. അപ്പോൾ ഇത് 8 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഡീറ്റെയിൽഡ് സ്റ്റെപ്സ് സഹിതം നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ഇനി 11 ബി നോക്കുക. 11 ബി എന്ന് പറയുന്നത് വെരിലോഗ് പ്രോഗ്രാമിംഗ് ആണ്. നമ്മൾ വെരിലോഗ് പ്രോഗ്രാമിങ്ങിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ, എന്നാലും നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഗിവ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓൺ കീവേഡ്സ് ആൻഡ് ഐഡൻറ്റിഫയേഴ്സ് ഇൻ വെരിലോഗ് വിത്ത് എക്സാമ്പിൾ. ഒരു എന്താണ് വെരിലോഗ് പ്രോഗ്രാമിങ്ങിൽ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അതുപോലെ കീവേഡ്സ് എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. വളരെ എളുപ്പമാണ്. നമ്മളിതൊക്കെ ഈ ഐഡൻറ്റിഫയേഴ്സും കീവേഡ്സും ഒക്കെ നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി കീവേഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. കീവേഡ്സ് ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട്. വെരിലോഗ് പ്രൊവൈഡ്സ് with a set of keywords. These keywords have a predefined purpose that is understood by Verilog compilers across the board. For example, by defining a module, we can use the keyword module. Whenever you use that keyword, the compiler expect you to define a module. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നമ്മളിപ്പോൾ മൊഡ്യൂൾ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, അതുപോലെ ഇൻറ്റിജർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ബേസിക്കലി കീവേഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ കീവേഡ്സ് അല്ലാത്ത വേർഡ്സ് ആയിരിക്കും നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റുക വേരിയബിളിലൊക്കെ. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു സെറ്റ് ഓഫ് വേർഡ്സ് ഓൾറെഡി വെരിലോഗ് പ്രോഗ്രാമിംഗ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ സെറ്റ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കീവേഡ് എന്ന് പറയുന്നത്. അപ്പോൾ കീവേഡിന് കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓൾവേസ്, എൽസ്, ഇൻപുട്ട്, നോട്ട്, ആൻഡ്, എൻഡ്, ഇൻറ്റിജർ, ഓർ, അസൈൻ, എൻ മൊഡ്യൂൾ, മൊഡ്യൂൾ, ഔട്ട്പുട്ട്, ബിഗിൻ, ഫോർ, നാൻഡ്, പാരാമീറ്റർ, കേസ്, ഇഫ്, നോർ, റിയൽ, പോസെഡ്ജ്, നെഗഡ്ജ്, ഫോറെവർ, റിപ്പീറ്റ്, REG, വയർ, എൻ കേസ്, ഇനീഷ്യൽ. ഇതിൽ കുറേ വേർഡ്സ് നമ്മൾ വെരിലോഗ് പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ബേസിക്കലി എന്താണ്, കീവേഡ്സ് ആണ്. ഓക്കെ, ഇതുപോലെ എന്താണ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് ചോദിക്കാം. ഐഡൻറ്റിഫയേഴ്സ്, കീവേഡ്സ് എന്താണ്, ഐഡൻറ്റിഫയേഴ്സ് എന്താണ്. അപ്പോൾ കീവേഡ്സ് എന്താണെന്ന് എഴുതുന്നതിന് 3 മാർക്കും, ഐഡൻറ്റിഫയേഴ്സ് എന്താണെന്ന് എഴുതുന്നതിന് 3 മാർക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്പ്ലിറ്റപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്ക്. ആൻ ഐഡൻറ്റിഫയർ ഇസ് എ യുണീക്ക് നെയിം വിച്ച് ഐഡൻറ്റിഫൈസ് ആൻ ഒബ്ജക്റ്റ്. They are case sensitive, made up of alphanumeric characters, underscore or a dollar sign. We can start identifiers using alphanumeric or underscore. It is not possible to name identifiers beginning with a dollar sign since it is a reserved naming system task. Also, starting with the numbers is not advisable. Let's see how we can use identifiers in Verilog. Identifiers എന്ന് പറഞ്ഞാൽ നമ്മൾ കീവേഡ് പോലെ തന്നെ ബേസിക്കലി ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ റഗ് വാല്യൂ എന്ന് പറയുന്നത്, ഈ വാല്യൂ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, ഒരു ഐഡൻറ്റിഫയർ ആണ്. ഇൻപുട്ട് ക്ലോക്ക്, ഈ CLK എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, ഇത് കീവേഡ് അല്ല, ഐഡൻറ്റിഫയർ ആണ്. ഇൻപുട്ട് ടൈം, ഇതിൽ ഡോളർ സൈൻ വന്നുകൊണ്ട് ഇത് ഐഡൻറ്റിഫയർ അല്ല എന്ന് പറയുന്നത്. ഔട്ട് 1 എന്ന് പറയുന്നത് എന്താണ്, ഒരു ഐഡൻറ്റിഫയർ ആണ്. ഔട്ട്പുട്ട് 1 2 3 ABC, ആദ്യം നമ്പർ വന്നുകൊണ്ട് അതൊരു ഇൻവാലിഡ് ഐഡൻറ്റിഫയർ ആണെന്ന് പറയാം. അപ്പോൾ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇൻപുട്ടിൻ്റെ പേര് ഡിക്ലെയർ ചെയ്യുക, ഒരു ഔട്ട്പുട്ടിൻ്റെ മൊഡ്യൂൾ നെയിം ഡിക്ലെയർ ചെയ്യുക, ഇതിനൊക്കെയാണ് നമ്മൾ ബേസിക്കലി ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കീവേഡ്സും ഐഡൻറ്റിഫയേഴ്സും എന്താണ്, ഡിഫറൻ്റ് ആണ്, ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി 12A എന്നാണ് നമുക്ക് പറയാനുള്ളത്. എക്സ്പ്ലെയിൻ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആൻഡ് ഫിക്സ്ഡ് പോയിൻ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പേഴ്സ്. അപ്പോൾ ഇതിൽ ഫ്ലോട്ടിംഗ് പോയിൻറ്റിന് ഞാൻ ഇട്ടിരിക്കുന്ന മാർക്ക് 5 മാർക്സും ഫിക്സ്ഡ് പോയിൻറ്റിന് ഞാൻ ഇട്ടിരിക്കുന്ന മാർക്ക് 3 മാർക്സുമാണ്. കാരണം ഫിക്സ്ഡ് പോയിൻറ്റ് നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാം. ഫ്ലോട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പ്ലേലിസ്റ്റിൽ കണ്ടില്ലെങ്കിൽ നിങ്ങളതിൻ്റെ എൻ്റെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് അരിത്തമെറ്റിക് എന്നുള്ളൊരു വീഡിയോ കാണാം കമ്പ്യൂട്ടർ സയൻസിൻ്റെ കൂടെ. അതിൽ ഞാൻ ഈ ഫ്ലോട്ടിംഗ് പോയിൻ്റ് അരിത്തമെറ്റിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഡൗട്ട് ഉള്ളവർ ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിക്സ്ഡ് പോയിൻ്റ് അരിത്തമെറ്റിക് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ നമ്പേഴ്സിനും ഒരു ഫിക്സ്ഡ് പോയിൻ്റ് റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരിക്കും. ഫിക്സ്ഡ് പോയിൻ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ഒക്ടൽ നമ്പർ ആണെങ്കിൽ 8 ആയിരിക്കും അതിൻ്റെ ബേസ്. അപ്പോൾ 8 വെച്ചിട്ട് നമ്മൾ ആ നമ്പറിനെ ഫിക്സ്ഡ് പോയിൻ്റ് അരിത്തമെറ്റിക്കിൽ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ നമ്മളൊരു ഹെക്സാഡെസിമൽ ആണെങ്കിൽ 16 ഒരു ബേസ്, ഒരു 16 വെച്ചിട്ട് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ പറയുന്നുണ്ട്, ഫിക്സ്ഡ് പോയിൻ്റ് അരിത്തമെറ്റിക്കിന് എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 5.385 എന്നുള്ള ഒരു ഡെസിമൽ നമ്പർ എടുത്തു. അതിനെങ്ങനെ നമ്മൾ ഫിക്സ്ഡ് പോയിൻ്റ് റെപ്രസെൻറ്റ് ചെയ്യാം? ബേസിക്കലി 5 എന്ന് പറയുന്ന 10 പവർ, ഇത് 10 പവർ 0 ആണ്, ഇത് 10 പവർ -1 ആണ്, ഇത് 10 പവർ -2 ആണ്. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓരോന്നിനും നമ്മൾ ഓരോ പ്ലേസ് വാല്യൂ വെച്ചു. അപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3453
ഈ 3ൻ്റെ വെയിറ്റ് 10⁻², ആണ് ഈ 3ൻ്റെ വെയിറ്റ് 10⁻0 ആണ്. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെ പൊസിഷണൽ വെയിറ്റ് വെച്ച് നമുക്ക് ഫിക്സ്ഡ് പോയിൻറ്റ് റെപ്രസെൻറ്റേഷനിൽ നമ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ എഴുതേണ്ടത്. ഫ്ലോട്ടിംഗ് പോയിൻറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങളിതിൻ്റെ വീഡിയോ റെഫർ ചെയ്താൽ കൂടുതൽ ഈസി ആയിട്ട് മനസ്സിലാവും. ഒരു സ്പെസിഫിക് നമ്പറിനെ, ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റിനെ നമ്മളിപ്പോൾ 1.6 × 10⁻⁻19 എന്നുള്ളൊരു നമ്പർ പറയുന്ന പോലെ ഇതൊരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് അരിതമെറ്റിക്കാണ്. അപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറിനെ നമ്മളെപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് പാറ്റേണിലാണ്. അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്നത് എസ് ആണ്, എസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സൈനാണ്. പിന്നെ വരുന്നത് ഇ ആണ്, ഇ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എക്സ്പോണൻ്റ് ആണ്. പിന്നെ വരുന്നത് എഫ് ആണ്, എഫ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫ്രാക്ഷനാണ്. അപ്പോൾ നമ്മൾ ഏതൊരു നമ്പറിനെയും ഇപ്പോൾ 100 ഇൻറ്റു 10⁻, അങ്ങനെ ഒരു നമ്പർ പറയുകയാണെങ്കിൽ ഇതിൽ ഓൾറെഡി എന്ത് വരും, ഒരു സൈന് വരും, ഒരു എക്സ്പോണൻ്റ് വരും, ഒരു ഫ്രാക്ഷൻ വരും. അപ്പോൾ സൈൻ ബിറ്റ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ സൈൻ ബിറ്റിൽ 0 ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പർ പോസിറ്റീവും, 1 ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്പർ നെഗറ്റീവുമാണ്. ഇ ആണെങ്കിൽ എക്സ്പോണൻ്റ് ആണ്. വളരെ വലിയ നമ്പറൊക്കെ വരുമ്പോഴാണ് നമുക്ക് എക്സ്പോണൻറ്റിൻ്റെ ആവശ്യം വരിക. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷനാണ്. ഇപ്പോൾ 36.45 എന്നാണെങ്കിൽ ആ 0.45 എന്നുള്ള സെക്ഷനായിരിക്കും ഫ്രാക്ഷൻ. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഫിക്സ്ഡ് പോയിൻറ്റും ഫ്ലോട്ടിംഗ് പോയിൻറ്റും. ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി 12B ആണ് അടുത്ത ക്വസ്റ്റ്യൻ. 12Bയിൽ വരുന്നത് എന്താണ് ക്വസ്റ്റ്യൻ? എക്സ്പ്ലെയിൻ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആൻഡ് HTL. അപ്പോൾ നമ്മൾ VHDL അല്ലെങ്കിൽ വെരിലോഗ് പഠിച്ചിട്ടുണ്ട്. ഈ വെരിലോഗ് പ്രോഗ്രാമിങ്ങും നമ്മുടെ നോർമൽ പ്രോഗ്രാമിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നോർമൽ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇല്ല, ഞാൻ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചാണ്. അപ്പോൾ HTL എന്താണ്, സോഫ്റ്റ്വെയർ ലാംഗ്വേജ് എന്താണ്, നോർമൽ ലാംഗ്വേജ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് വെരിലോഗ് അല്ലെങ്കിൽ ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ്, അതുപോലത്തെ അഡ്വാൻസ്ഡ് ലാംഗ്വേജസിൻ്റെ ഡിഫറൻസ് എന്താണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മളൊരു നോർമൽ സോഫ്റ്റ്വെയർ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ലാംഗ്വേജ് യൂസ്ഡ് ടു റൈറ്റ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടു അലോ ദി CPU ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. എ സ്പെഷ്യലൈസ്ഡ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദി സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ ഓഫ് ഇലക്ട്രോണിക് സർക്യൂട്ട്, മോസ്റ്റ് കോമൺലി ഡിജിറ്റൽ ലോജിക് സർക്യൂട്ട്. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ മേ ബി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് HTL. എല്ലാ നോർമൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? സോഫ്റ്റ്വെയർ ലാംഗ്വേജ് ആയിരിക്കും. അത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ HTL ഇംപ്ലിമെൻറ്റ് ചെയ്തത്. പിന്നെ നോക്ക്, സോഫ്റ്റ്വെയർ ലാംഗ്വേജ് നോട്ട് ആസ് കോംപ്ലക്സ്, ബട്ട് ഇൻ കേസ് ഓഫ് HTL ഇറ്റ് ഈസ് മോർ കോംപ്ലക്സ്. സോഫ്റ്റ്വെയർ ലാംഗ്വേജ് ഒരിക്കലും കോംപ്ലക്സ് അല്ല, ഈസി ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. പക്ഷേ HTL നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. സോഫ്റ്റ്വെയർ ലാംഗ്വേജിന് എക്സാമ്പിളാണ് ജാവ, C++, പൈത്തൺ, PHP ഒക്കെ സോഫ്റ്റ്വെയർ ലാംഗ്വേജസിന് എക്സാമ്പിളാണ്. വെരിലോഗും VHDL ആണ് കോമൺ ആയിട്ട് HTL ലാംഗ്വേജസിന് എക്സാമ്പിൾ. ഈ HTL ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജിന് അണ്ടറിൽ വരുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് വെരിലോഗും VHDL-ഉം. VHDL ആണ് നമുക്ക് പഠിക്കാനുള്ള സിലബസിൽ അല്ലേ, അതുപോലെ വെരിലോഗാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതുപോലെ സോഫ്റ്റ്വെയർ ലാംഗ്വേജസ് ഹെൽപ്പ് ടു ഡെവലപ്പ് വേരിയസ് ആപ്ലിക്കേഷൻ, ബട്ട് ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് ഡിസ്ക്രൈബ് ദി ബിഹേവിയർ ഓഫ് ഡിജിറ്റൽ സർക്യൂട്ട്. ഒരു ഡിജിറ്റൽ സർക്യൂട്ടിനെ കുറിച്ച് പഠിക്കാനാണ് HTL ഇംപ്ലിമെൻറ്റ് ചെയ്തത്. പക്ഷേ വേരിയസ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനാണ് നമ്മൾ സോഫ്റ്റ്വെയർ ലാംഗ്വേജസ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ഡിഫറൻസ്. ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ 11ഉം 12 നമ്മൾ പറഞ്ഞു അല്ലേ. 11ഉം 12ഉം ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന പാർട്ട് B ക്വസ്റ്റൻ ആണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 13 ആണ് അല്ലേ. 13. അപ്പോൾ 13 നിങ്ങൾ നോക്ക്, K മാപ്പാണ്. ഈ K മാപ്പ് 7 മാർക്കാണ്. അപ്പോൾ ഞാനിതിലിട്ടിരിക്കുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ K മാപ്പിൻ്റെ ഫൈനൽ സൊല്യൂഷൻ 6 മാർക്കും അതിൻ്റെ എക്സ്പ്ലനേഷൻ 1 മാർക്കുമാണ്. ഫൈനൽ സൊല്യൂഷന് 6 മാർക്കും എക്സ്പ്ലനേഷൻ 1 മാർക്കുമാണ്. ഇങ്ങനെയാണ് അതിൻ്റെ സൊല്യൂഷൻ ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന K മാപ്പ് ഇതാണ്. ഫംഗ്ഷൻ ഓഫ് A, B, C, D ഈക്വൽ ടു സമ്മേഷൻ മിൻ ടേം 4, 5, 7, 8, 9, 11, 12, 13, 15. അപ്പോൾ നമുക്ക് അറിയാം 4 വേരിയബിൾ ഉണ്ട്. അപ്പോൾ നമ്മളൊരു 4 വേരിയബിൾ K മാപ്പ് വരയ്ക്കും. 4 വേരിയബിൾ K മാപ്പിനെ നമുക്ക് ഒരുപാട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്ന് നമുക്ക് ഈ 0, 0 എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ A ബാർ, B ബാർ, A ബാർ, B, AB, AB ബാർ, ഇവിടെ C ബാർ, D ബാർ, C ബാർ, D, CD, CD ബാർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിനെ ഓൾറെഡി നമുക്ക് മിൻ ടേം ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. 0, 1, 3, 2, 4, 5, 7, 6, 12, 13, 15, 14, 8, 9, 11, 10. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചൊരു പാറ്റേൺ ആണ്. ഇത് വെച്ച് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എവിടെയൊക്കെയാണ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് നോക്കുക. 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് എവിടെയാണ്? 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 11 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 13 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 15 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം.
അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? 1 1 1 1 1 1 1 1 1 അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ നോട്ടിഫൈ ചെയ്യുന്ന ഒരു 1 നോക്കുക. ഏതാണ് ആദ്യം നമ്മൾ നോട്ടിഫൈ ചെയ്യുന്ന 1? ഈ 1നെ 4 എലിമെൻറ്റിനും കൂടി നമ്മൾ എന്ത് ചെയ്തു? ഒരു ഗ്രൂപ്പ് ചെയ്തു. യെസ്. ഇനി നമുക്ക് വരുന്നത് ഏതാ? ഇനി നമുക്ക് വരുന്നത് ഈ താഴെ 2 1 വരുന്നുണ്ട്. ഈ 2 1നും കൂടി നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഗ്രൂപ്പ് ചെയ്യുക. ഇതാണ് സെക്കൻഡ് ഗ്രൂപ്പ്. തേർഡ് ഗ്രൂപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിനി എങ്ങനെയൊക്കെ ഗ്രൂപ്പിംഗ് പോസിബിൾ ആവാമെന്ന് നോക്കുക നിങ്ങൾ. നമുക്ക് അടുത്ത പോസിബിൾ ആവുന്നൊരു ഗ്രൂപ്പ് ഞാൻ ഈ ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്യാണ്. ഇങ്ങനെ ഈ 4 എലമെൻറ്റിൻ്റെ ഒരു ഗ്രൂപ്പാക്കാം. അതുപോലെ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്യാണ്. ഇനി ഗ്രൂപ്പിലൊന്നും വരാത്തൊരു 1 ഉണ്ട്. ഈ 4 എലമെൻറ്റിന് ഒരു ഗ്രൂപ്പാക്കാം. ഇതിനേക്കാൾ സിംപ്ലിഫൈഡ് ഗ്രൂപ്പാക്കാൻ പറ്റുമോ നിങ്ങൾ നോക്കുക. പോസിബിൾ ആണെങ്കിൽ ആക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെയാവും ഇതിൻ്റെ വാല്യൂ വരിക? ഇവിടെ ബേസിക്കലി എ ബാർ ബി ബാർ ആണ്. ഇവിടെ എ ബാർ ബി ആണ്. ഇവിടെ എ ബി ആണ്. ഇവിടെ എ ബി ബാർ ആണ്. ഇവിടെ സി ബാർ ഡി ബാർ ആണ്. ഇവിടെ സി ബാർ ഡി ആണ്. ഇവിടെ സി ഡി ആണ്. ഇവിടെ സി ഡി ബാർ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എലമെൻറ്റ്സിനെ എഴുതാൻ പറ്റും? ഓക്കെ. അപ്പോൾ ഇങ്ങനെ തന്നെയല്ലേ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഗ്രൂപ്പിംഗ് പോസിബിൾ അല്ല. യെസ്. അപ്പോൾ നമ്മളിവിടെ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞാനിവിടെ ഈ ബ്ലൂ കളറിൽ ഗ്രൂപ്പ് ചെയ്ത എലമെൻറ്റിന് ഞാൻ എഴുതുകയാണ്. എങ്ങനെ എഴുതാം നമുക്ക്? ബേസിക്കലി ഇവിടെ റോയും കോളവും നോക്കുക. എ ബാർ ബിയും എ ബിയും, ഇവിടെ എന്താ സി ബാർ ഡി ബാറും സി ബാർ ഡിയും. അപ്പോൾ നമുക്കിവിടെ കിട്ടും എ ബാർ ബിയിലും എ ബിയിലും കോമൺ ആയിട്ട് വരുന്ന ബി, സി ബാർ ഡി ബാറിലും സി ബാറിലും കോമൺ ആയിട്ട് വരുന്ന സി ബാർ. അപ്പോൾ ബി ഇൻറ്റു സി ബാർ. ഓക്കെ. അടുത്ത് നമുക്ക് വരുന്നത് അടുത്ത ഒരു ഗ്രൂപ്പ് ഞാനിവിടെ ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രൂപ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന സെയിം തന്നെയാണ്. ബി എന്ന് വരും. ബാക്കി വരുന്ന സി ബാർ ഡിയും സി ഡിയും, ഇവിടെ കോമൺ ആയിട്ട് വരുന്ന ഡി പ്ലസ്. ഇനി ഞാനിവിടെ ഓറഞ്ച് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന എലമെൻറ്റിൻ്റെ വാല്യൂ എഴുതാണ്. എ ബിയും എ ബി ബാറും, ഇവിടെ കോമൺ ആയിട്ട് വരുന്ന എ, സി ബാർ ഡി ബാറും സി ബാർ ഡിയും, ഇവിടെ കോമൺ ആയിട്ട് വരുന്ന സി ബാർ പ്ലസ്. ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് നോക്കുക. ബേസിക്കലി എ ബി ബാറിൽ കോമൺ ആയിട്ട് വരുന്നത് എ, അതുപോലെ സി ബാർ ഡിയിലും സി ഡിയിലും കോമൺ ആയിട്ട് വരുന്ന ഡി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ എക്സ്പ്രഷൻ വരുന്നത്. ബി ബാർ സി ബാർ പ്ലസ് ബി ഡി പ്ലസ് എ ഇൻറ്റു സി ബാർ പ്ലസ് എ ഡി. ഓക്കെ. ഇതിനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നിങ്ങൾ നോക്കുക. സിംപ്ലിഫൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പിംഗ് വരിക. 8 ആക്കാൻ പറ്റി നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതായിരുന്നു. ഇനി നിങ്ങൾ നോക്ക് 13 ബി പറഞ്ഞിരിക്കുന്നത് യൂസിങ് കെ മാപ്പ് റൈറ്റ് ദി വെരിലോഗ് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ദി എബോ ഫംഗ്ഷൻ. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ഇല്ലേ, അതിൻ്റെ വെരിലോഗ് പ്രോഗ്രാം എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഒക്കെ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബി ഇൻറ്റു സി ബാർ പ്ലസ് ബി ഇൻറ്റു ഡി പ്ലസ് എ ഇൻറ്റു സി ബാർ പ്ലസ് എ ഇൻറ്റു ഡി. ഇതാണല്ലോ നമ്മുടെ ബൂലിയൻ എക്സ്പ്രഷൻ. ഇതിൻ്റെ വെരിലോഗ് പ്രോഗ്രാം എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ വെരിലോഗ് പ്രോഗ്രാമിൽ നമുക്ക് 4 ഡിഫറെൻറ്റ് വേരിയബിൾസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മൊഡ്യൂൾ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാം. മൊഡ്യൂളിൽ നമുക്ക് ഔട്ട്പുട്ട് മെൻഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ദിസ് ഈസ് ഈക്വൽ ടു വൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഔട്ട്പുട്ട് ഇവിടെ മെൻഷൻ ചെയ്യും. ഔട്ട്പുട്ട്. അപ്പോൾ ഒരു മിനിറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ വെരിലോഗ് പ്രോഗ്രാമിംഗ് എഴുതാൻ പോവുകയാണ്. നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്ന കീവേഡ് ഏതാണ്? മൊഡ്യൂൾ. മൊഡ്യൂളിനൊരു പേര് കൊടുക്കണം. ആ പേര് നമുക്ക് കൊടുക്കാം എന്താണ്? മൊഡ്യൂളിൻ്റെ പേര് ബൂലിയൻ എക്സ്പ്രഷൻ എന്ന് കൊടുക്കാം. മൊഡ്യൂൾ ബൂലിയൻ എക്സ്പ്രഷൻ എന്ന് കൊടുക്കാം. ബൂലിയൻ എക്സ്പ്രഷൻ്റെ നമ്മൾ എഴുതുകയാണ് ഔട്ട്പുട്ട് ഏതാണ്? ഔട്ട്പുട്ട് വൈ കോമ ഇൻപുട്ട് എഴുതുകയാണ്. ഇൻപുട്ട് ഏതാ? ഇൻപുട്ടുകൾ ബേസിക്കലി എ കോമ ബി കോമ സി കോമ ഡി. ഇതല്ല ഇൻപുട്ട് വരുന്നത്. യെസ്. ഇതാദ്യം നമ്മൾ എഴുതി മൊഡ്യൂൾ എന്നുള്ള കീവേഡ് അല്ലേ. ഇനി നമുക്ക് ഡയറക്റ്റ് എഴുതാം. അസൈൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാം. അസൈൻ y ഈക്വൽ ടു എങ്ങനെയാണ് വരിക നമ്മുടെ ബൂലിയൻ എക്സ്പ്രഷൻ? ബി ഇൻറ്റു സി ബാർ അല്ല ആദ്യം വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ബി ആൻഡ് കോംപ്ലിമെൻറ്റ് ഓഫ് സി എന്ന് എഴുതാം അല്ലേ. പ്ലസ് ആണ്. പ്ലസ്സിനെ നമുക്ക് ഈ ഒരു സിമ്പിൾ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യാം. രണ്ടാമത്തെ എക്സ്പ്രഷൻ ബി ഇൻറ്റു ഡി ആണ് അല്ലേ. ബി ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ ബി ആൻഡ് ഡി എന്ന് മാർക്ക് ചെയ്യാം. ഓർ എ ഇൻറ്റു സി ബാറാണ് അടുത്തത്. എ ഇൻറ്റു സി ബാർ നമുക്ക് എ ആൻഡ് കോംപ്ലിമെൻറ്റ് ഓഫ് സി എന്ന് മാർക്ക് ചെയ്യാം. പ്ലസ് എ ഇൻറ്റു ഡി അല്ലേ. എ ആൻഡ് ഡി എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് ഒരു മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഫൈനലി നമ്മൾ എന്തും മാർക്ക് ചെയ്യണം? ഒരു എൻഡ് മൊഡ്യൂളും കൂടി എഴുതണം. എൻഡ് മൊഡ്യൂൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളാണ് ഈ ഒരു കണ്ടീഷൻ. അപ്പോൾ ഞാനിതിനിട്ടിരിക്കുന്ന സ്പ്ലിറ്റപ്പ് നോക്കുക. കെ മാപ്പിൻ്റെ ഫൈനൽ സൊല്യൂഷൻ 6 മാർക്കും
ബേസിക് എക്സ്പ്ലനേഷന് 1 മാർക്കുമായിരുന്നു കെ മാപ്പിൻ്റെയിൽ. മറ്റേതിൽ വെരിലോഗ് പ്രോഗ്രാമിംഗ് കൂടി നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്പ്ലിറ്റപ്പ് വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു 13A-യും 13B-യും എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുന്നത് അല്ലേ. അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. റൈറ്റ് എ വെരിലോഗ് കോഡ് ടു ഇംപ്ലിമെൻറ്റ് ദി ബേസിക് ഗേറ്റ്. അപ്പോൾ ഒരു ബേസിക് ഗേറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള വെരിലോഗ് കോഡിങ് എഴുതാം. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ബേസിക് ഗേറ്റ് 3 ഗേറ്റാണ്. ഒരു നോട്ട് ഗേറ്റ്, ഒരു ഓർ ഗേറ്റ്, അതുപോലെ ഒരു ആൻഡ് ഗേറ്റ്. ഇങ്ങനെ 3 ഗേറ്റല്ല വരിക. ഈ 3 ഗേറ്റിനും ഓരോ ഗേറ്റിനും 2 മാർക്ക്. അതായത് നോട്ടിന് 2 മാർക്കും ഓറിനും ആൻഡിനും 2.5 മാർക്കും വെച്ചാൽ ഞാൻ ഇട്ടിരിക്കുന്ന സ്പ്ലിറ്റ് അപ്പ്. അപ്പോൾ നിങ്ങൾ ബേസിക്കലി നോക്കുക, ഇതൊരു ഓർ ഗേറ്റിൻ്റെ ബേസിക് പ്രോഗ്രാമാണ്, ഗേറ്റ് ലെവൽ പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ കൊടുത്തു, ഓർ ടു ലെവൽ ഗേറ്റ്, ഓറിൻ്റെ പേര് കൊടുത്തു, ഔട്ട്പുട്ട് മെൻഷൻ ചെയ്തു, ഇൻപുട്ട് മെൻഷൻ ചെയ്തു. ഓർ y,a,b എന്ന് മാർക്ക് ചെയ്ത എൻ മൊഡ്യൂൾ, ഇത് ഓർ ഗേറ്റിൻ്റെ പ്രോഗ്രാമിംഗ് ആയി. ഇതേ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ഓറിന് വരെ എക്സോർ ആക്കുകയാണെങ്കിൽ y,a,b എന്ന് കൊടുത്താൽ എക്സോറായി. എക്സോർ വേണ്ടല്ലോ, അവിടെ ആൻഡ് അല്ലേ, ആൻഡായി. ഇതുപോലെ നമ്മൾ ഒരു പ്രോഗ്രാം എഴുതുക, ആ പ്രോഗ്രാമിൽ നമ്മൾ ഇൻപുട്ട് എയും ഔട്ട്പുട്ട് ബി ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് നോട്ട് ഓഫ് ആദ്യം ഔട്ട്പുട്ട് വരണം y, ഇൻപുട്ട് എയും ഔട്ട്പുട്ട് വൈയും ആണെങ്കിൽ y,a. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ രീതിയിൽ നമുക്ക് എഴുതാം പ്രോഗ്രാമിംഗ്. അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഓർന്ന് എഴുതുമ്പോൾ ആദ്യം വരുന്നത് ഔട്ട്പുട്ടാണ്, പിന്നെ വരുന്നത് ഇൻപുട്ടാണ്. ഈ രീതിയിൽ നമുക്ക് മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 14A. 14B നോക്കുക. റെഡ്യൂസ് ദി ബൂലിയൻ എക്സ്പ്രഷൻ യൂസിങ് കെ മാപ്പ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ദി സിംപ്ലിഫൈഡ് ഫംഗ്ഷൻ യൂസിങ് ലോജിക് ഗേറ്റ്. അപ്പോൾ ഒരു കെ മാപ്പ് വെച്ച് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം, അതിനുശേഷം അതിൻ്റെ ലോജിക് ഡയഗ്രം വരയ്ക്കുക. അപ്പോൾ ഞാനിപ്പോൾ കെ മാപ്പിൻ്റെ ഫൈനൽ സൊല്യൂഷനും ലോജിക് ഡയഗ്രത്തിനും കൂടി 6 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ബേസിക് എക്സ്പ്ലനേഷൻ 1 മാർക്ക്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ കെ മാപ്പ് വരുന്നത്. ഇവിടെ എ ബാർ ബി ബാർ, ഇവിടെ എ ബാർ ബി, ഇവിടെ എ ബി, ഇവിടെ എ ബി ബാർ ആണെങ്കിൽ ഇവിടെ സി ബാർ ഡി ബാർ, ഇവിടെ സി ബാർ ഡി, ഇവിടെ സി ഡി, ഇവിടെ സി ഡി ബാർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ കെ മാപ്പിലെ വാല്യൂസ് മാർക്ക് ചെയ്യാം? 0, 1, 4, 5, 6, 8, 9, 10, 12, 13, 14 ഇങ്ങനെയാണ് നമ്മളെ ഗ്രൂപ്പ് വരുന്നത് അല്ലേ. നമുക്ക് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം? ഈ 8 എലമെൻറ്റിൻ്റെ ഒരു ഗ്രൂപ്പ് ആദ്യമാക്കാം. ഓക്കെ, അപ്പോൾ ഈ എക്സ്പ്രഷൻ നമുക്ക് ഇപ്പം തന്നെ എഴുതാം. y = ഫസ്റ്റ് എക്സ്പ്രഷൻ എന്താ? സി ബാർ എന്ന് വരും, പ്ലസ് രണ്ടാമത്തെ ഞാനിവിടെ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്യുകയാണ്. ഇതാണ് രണ്ടാമത്തെ ഗ്രൂപ്പ്. ഈ രണ്ടാമത്തെ ഗ്രൂപ്പ് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇവിടെ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ എ ബാർ ബി ബാറിൽ ഇവിടെ കോമൺ ആയിട്ട് ബി വരും, ഇവിടെ സി ബാർ ഡി ബാർ ഇവിടെ കോമൺ ആയിട്ട് ഡി ബാർ വരും, പ്ലസ് ഒരു ഗ്രൂപ്പും കൂടിയും പോസിബിൾ അല്ലേ. ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇതാണ്, ഈ 1, 1നെയും അടുത്ത ഗ്രൂപ്പ് ഇതാണ്. ഡിഫറെൻറ്റ് കളർ വെച്ച് മാർക്ക് ചെയ്യാം. ഇങ്ങനൊരു ഗ്രൂപ്പ് പോസിബിളാണ്. ഇങ്ങനെ ഒരു ഗ്രൂപ്പിന് നമുക്ക് എങ്ങനെ എഴുതാം? കോമൺ ആയിട്ട് ഇവിടെ വരുന്നത് എ ബിയും എ ബി ബാറുമാണ്. കോമൺ ആയിട്ട് വരുന്ന എ, ബാക്കി വരുന്നത് ഡി ബാർ. അപ്പോൾ നമുക്ക് എക്സ്പ്രഷൻ കിട്ടി സി ബാർ പ്ലസ് ബി ഇൻറ്റു ഡി ബാർ പ്ലസ് എ ഇൻറ്റു ഡി ബാർ. ഇതിനെ നമ്മൾ ലോജിക് ഗേറ്റ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യും വേണം. എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും? വളരെ ഈസിയാണ്. ഇവിടെ ഏതൊക്കെ വേരിയബിൾ ഉണ്ട് നോക്കുക. ഇവിടെ എക്സാക്ട്ലി സി ഉണ്ട്, ബി ഉണ്ട് അല്ലേ. അപ്പോൾ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ബി ബാർ വരയ്ക്കുക. അതുപോലെ സി ഉണ്ട്, സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സി ബാർ വരയ്ക്കുക. എ ഉണ്ട്, എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എ ബാർ വരയ്ക്കുക. പിന്നെ വരുന്ന ഡി ഉണ്ട്, ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡി ബാർ വരയ്ക്കുക. വാട്ട് എവർ ഇറ്റ് ഈസ്, ഒന്നും ഇല്ലെങ്കിലും നമ്മൾ മാർക്ക് ചെയ്യാം. ഫസ്റ്റ് വരുന്ന എക്സ്പ്രഷൻ സി ബാറാണ്. ഇതാണ് സി ബാർ. പിന്നെ വരുന്ന ബി ഇൻറ്റു ഡി ബാറാണ്. ഇതാണ് ബി, ഇതാണ് ഡി ബാർ. ഇത് രണ്ടും കൂടി ആൻഡ് ചെയ്യണം. യെസ്. പിന്നെ വരുന്നത് എന്താ? പിന്നെ വരുന്നത് എ ഇൻറ്റു ഡി ബാറാണ്. എ ഇൻറ്റു ഡി ബാർ. എ എന്ന് പറയുന്നത് ഇതാണ്, ഡി ബാർ എന്ന് പറയുന്നത് ഇതാണ്. ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്തു. ഈ 3 ഫംഗ്ഷനും കൂടി നിങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? 3നും കൂടി ഒരു ഓറിലേക്ക് കണക്ട് ചെയ്യുക. ഈ രീതിയിലാണ് ഇതിൻ്റെ ലോജിക് ഡയഗ്രാം വരയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 15th ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 15th ക്വസ്റ്റ്യനിൽ പറയുന്നത് ഡിസൈൻ എ 3-bit മാഗ്നിറ്റ്യൂഡ് കമ്പാരേറ്റർ സർക്യൂട്ട് എന്നാണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കമ്പാരേറ്റർ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് 3-bit ആണ്. 3-bit ആകുമ്പോൾ
നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുന്ന എ എന്ന് പറയുന്ന എയും ബിയും തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. എയും 3 ബിറ്റ് ആയിരിക്കും, ബിയും 3 ബിറ്റ് ആയിരിക്കും. സോ എ എന്നുള്ളത് A2 A1 A0 എന്നുള്ള 3 ബിറ്റും ബി എന്നുള്ളത് B2 B1 B0 എന്നുള്ള 3 ബിറ്റുമാണ്. ഇത് കമ്പയർ ചെയ്തിട്ട് 3 പോസിബിൾ ഔട്ട്പുട്ട്സ് വരാം. A ഗ്രേറ്റർ ദാൻ ബി, A ഈക്വൽ ടു ബി ആൻഡ് A ലെസ് ദാൻ ബി. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമുക്ക് ഇക്വേഷൻസ് എഴുതാം. ഇതിൻ്റെ ബേസിൽ നമുക്ക് ഇതിൻ്റെ ലോജിക് ഡയഗ്രാം വരയ്ക്കാം. ഇങ്ങനെയാണ് നമ്മൾ 3 ബിറ്റ് മാഗ്നിറ്റ്യൂഡ് കമ്പാരേറ്റർ ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ലോജിക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മാർക്ക് സ്പ്ലിറ്റ് അപ്പ് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രത്തിന് 1 മാർക്ക്, എക്സ്പ്ലനേഷന് 2 മാർക്ക്, ഡിസൈന് 2 മാർക്ക്, ഫൈനൽ സർക്യൂട്ട് ഡയഗ്രത്തിന് 2 മാർക്ക്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15B ആണ്. റൈറ്റ് എ വെരിലോഗ് ഡിസ്ക്രിപ്ഷൻ ഫോർ 1 ബിറ്റ് ഫുൾ ആഡർ സർക്യൂട്ട്. നമുക്കൊരു 1 ബിറ്റ് ഫുൾ ആഡർ സർക്യൂട്ട് തന്നിട്ടുണ്ട്. ആ ഫുൾ ആഡർ സർക്യൂട്ടിൻ്റെ വെരിലോഗ് പ്രോഗ്രാം എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് ബേസിക്കലി, അപ്പോൾ നമുക്കറിയാം ഓൾറെഡി നമ്മൾ ഫുൾ ആഡർ സർക്യൂട്ട് പഠിച്ചിട്ടുണ്ട്. ഈ ഫുൾ ആഡർ സർക്യൂട്ടിന് നമുക്ക് ഏത് രീതിയിലും വെരിലോഗ് പ്രോഗ്രാമിംഗ് എഴുതാം, ഡാറ്റ ഫ്ലോ ആയിട്ട് എഴുതാം, ഗേറ്റ് ലെവലായിട്ട് എഴുതാം. അപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്കുക. ആദ്യം ഫുൾ ആഡറിൻ്റെ വെരിലോഗ് പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ ആദ്യം മൊഡ്യൂൾ ഡിഫൈൻ ചെയ്തു. മൊഡ്യൂളിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും ഡിഫൈൻ ചെയ്തു. ഇൻപുട്ട് ഏതാണെന്നും ഔട്ട്പുട്ട് ഏതാണെന്നും സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തു. ആദ്യം നമ്മൾ ചെയ്യുന്നത്, നിങ്ങളിതിൻ്റെ ലോജിക് ഡയഗ്രം നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് വരുന്നൊരു XOR ഗേറ്റ് ആണ്. XOR സം കോമ A കോമ B കോമ സീൻ. അപ്പോൾ XOR എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സം എന്ന് പറയുമ്പോൾ ബേസിക്കലി ഔട്ട്പുട്ടാണ് ആദ്യം മെൻഷൻ ചെയ്യേണ്ടത്. 3 ഇൻപുട്ടുകൾ എയും ബിയും സിയും. അടുത്ത് നമുക്ക് വരുന്ന ആൻഡ് ആണ്. ഏതൊക്കെയാണ്? 3 ആൻഡ് ഗേറ്റ് വരുന്നുണ്ട്. ഒന്ന് T1 A കോമ B. ഫസ്റ്റ് ആൻഡിൻ്റെ ഔട്ട്പുട്ട് T1 ആയിട്ട് എടുത്തു. T2 A കോമ സീൻ. സെക്കൻഡ് ആൻഡിൻ്റെ ഔട്ട്പുട്ട് T2 ആയിട്ട് എടുത്തു. തേർഡ് ആൻഡിൻ്റെ ഔട്ട്പുട്ട് T3 ആയിട്ട് എടുത്തു. ഈ രീതിയിൽ നമുക്ക് 3 ആൻഡ് ഗേറ്റ് യൂസ് ചെയ്യാം. പിന്നെ ഒരു OR ഗേറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ T1 T2 T3 ആണ് ഈ OR ഗേറ്റിൻ്റെ ഇൻപുട്ട്, ക്യാരിയാണ് OR ഗേറ്റിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി മൊഡ്യൂൾ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തുകൊണ്ട് ഒരു N മൊഡ്യൂളിൽ ഇത് അവസാനിച്ചു. ഇങ്ങനെയാണ്, ഇത് ഓൾറെഡി നമ്മൾ വീഡിയോയിൽ മെൻഷൻ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി ഇതിൻ്റെ വെരിലോഗ് പ്രോഗ്രാമിംഗ് എഴുതുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക 16A. റൈറ്റ് എ വെരിലോഗ് കോഡ് ടു ഇംപ്ലിമെൻറ്റ് 4:1 മക്സ്. 4:1 മക്സിൻ്റെ ഒരു വെരിലോഗ് കോഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ വെരിലോഗ് കോഡ് എല്ലാ മൊഡ്യൂളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, 4:1 മക്സ് ആകുമ്പോൾ ആദ്യം നിങ്ങൾ മൊഡ്യൂൾ ഡിഫൈൻ ചെയ്യാം. 4:1 മക്സ് എന്ന് പേര് കൊടുത്തു. ഔട്ട് A കോമ B കോമ C കോമ D S0 കോമ S1. സെലക്ഷൻ ലൈനും ഇൻപുട്ടുകളും നമ്മളിവിടെ മെൻഷൻ ചെയ്തു. ഔട്ട്പുട്ടിനെ ഔട്ടായിട്ട് ഡിക്ലെയർ ചെയ്തു. ഇൻപുട്ടിനെ Aയും Bയും Cയും Dയും സെലക്ഷൻ ലൈൻസും എന്താണ് ഇൻപുട്ടായി ഡിക്ലെയർ ചെയ്തു. വയർ നിങ്ങൾ നോക്കുക, ഈ ഫിഗറിൽ നോക്കുക, S0 ബാർ, S1 ബാർ, T1 T2 T3 T4. T1 T2 T3 T4 എന്നുള്ള സപ്പോസ് ഈ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ആവാം. S0 ബാറും S1 ബാറും ബേസിക്കലി നമ്മൾ ഈ 2 നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ആവാം. നോട്ട് ചെയ്തു നമ്മൾ ആദ്യം ഇവിടെ നോട്ട് യൂസ് ചെയ്തു. S0 ബാറും S0യും. അപ്പോൾ S0 എന്നുള്ളത് ഇൻപുട്ട്, S0 ബാർ എന്നുള്ളത് ഔട്ട്പുട്ട്. അതുപോലെ S1 ബാർ കോമ S1 ബാർ എന്നുള്ളത് ഔട്ട്പുട്ട്, S1 എന്നുള്ളത് ഇൻപുട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ നോട്ട് ഗേറ്റ് ഇവിടെ മെൻഷൻ ചെയ്തു. നോട്ട് ഗേറ്റ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. ഇനി നമുക്ക് വരുന്ന ആൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഗേറ്റ് എടുക്കുകയാണെങ്കിൽ T1 അതിൻ്റെ ഔട്ട്പുട്ടും Aയും S0 ബാറും S1 ബാറും അതിൻ്റെ ഇൻപുട്ടുകളാണ്. നമുക്കിതിൻ്റെ ബേസിക് എക്സ്പ്രഷൻ അറിയാം, ഇങ്ങനെയാണ് എക്സ്പ്രഷൻ വരുന്നത്. അടുത്ത T2 എന്നുള്ളത് രണ്ടാമത്തെ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടും B കോമ S0 ബാർ S1 എന്നുള്ളത് അതിൻ്റെ ഇൻപുട്ടും. T3 എന്നുള്ളത് മൂന്നാമത്തെ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടും C കോമ S0 S1 ബാർ എന്നുള്ളത് ഇൻപുട്ടും. T4 D S0 S1 നാലാമത്തെ ആൻഡ് ഗേറ്റ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന 4 പോസിബിൾ ഔട്ട്പുട്ട്, ഒന്ന് T1, ഒന്ന് T2, ഒന്ന് T3, ഒന്ന് T4. ഈ T1 T2 T3 T4 ആണ് ഒരു OR ഗേറ്റിലേക്ക് വരുന്നത്. അപ്പോൾ OR ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഔട്ട് എന്ന് മെൻഷൻ ചെയ്യും. T1 T2 T3 T4 ഇൻപുട്ട് ആയതുകൊണ്ട് രണ്ടാമത് മെൻഷൻ ചെയ്തു. ഓൾറെഡി നമ്മളൊരു മൊഡ്യൂൾ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തുകൊണ്ട് ഫൈനലി നമ്മളൊരു N മൊഡ്യൂൾ യൂസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി നമ്മളൊരു 4:1 മക്സിൻ്റെ വെരിലോഗ് കോഡ് എഴുതുന്നത്. അപ്പോൾ ഗേറ്റ് ലെവൽ കോഡിംഗ് ആണെങ്കിൽ ഇതിൻ്റെ ഒരേപോലെ ഇതിൻ്റെ പ്രോഗ്രാമിങ്ങും നെസസറിയാണ്, അതുപോലെ ഇതിൻ്റെ ലോജിക് ഡയഗ്രം നെസസറിയാണ്. ഓക്കെ, 6 മാർക്ക്. അടുത്ത 16B ആണ് വരുന്നത്. 16B, ഇംപ്ലിമെൻറ്റ് ദി ലോജിക് ഫംഗ്ഷൻ ഓഫ് A കോമ B കോമ C ഈക്വൽ ടു സമ്മേഷൻ മിൻ ടേം 0147. ഇത് നമ്മളോട് ഇംപ്ലിമെൻറ്റ് ചെയ്യാണ് പറഞ്ഞത് അല്ലേ, യൂസിങ് 8:1 ആൻഡ് 4:1. അപ്പോൾ അത് കുറേ പേർക്ക് ഡൗട്ട് വരുന്നൊരു പ്രോബ്ലമാണിത്. നമ്മൾ ന്യൂമറിക്കൽ വർക്കൗട്ടിൽ ഈ കാര്യം ഡിസ്കസ് ചെയ്തിരുന്നെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് വരുന്നൊരു പാർട്ടാണ്. അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബേസിക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷനെ നിങ്ങൾ 4:1 മക്സ് വെച്ച് 8:1 മക്സ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ 8:1 വെച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. 8:1 മക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ, അതിന് 3 സെലക്ഷൻ ലൈൻ വരും.
8 ഇൻപുട്ട് വരും, ഒരു ഔട്ട്പുട്ട് വരും അല്ലേ. അപ്പോൾ ഈ 3 സെലക്ഷൻ ലൈൻസിനെ ബേസിക്കലി നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ S2 S1 S0 ഇൻപുട്ടുകൾ നമുക്ക് ബേസിക്കലി ഇൻപുട്ടുകളായിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണല്ലോ ബേസിക്കലി വരിക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു 8:1 മക്സ് വരയ്ക്കും. കറക്റ്റായിട്ട് വരയ്ക്കാം. ആദ്യം നമ്മൾ ഒരു 8:1 മക്സ് വരയ്ക്കും. ഈ 8:1 മക്സിന് 3 സെലക്ഷൻ ലൈൻസാണ്. സെലക്ഷൻ ലൈൻസ് ഒന്നെങ്കിൽ നമുക്ക് താഴെ മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ലെഫ്റ്റ് മോസ്റ്റ് മാർക്ക് ചെയ്യാം. ഏതൊക്കെയാണ് സെലക്ഷൻ ലൈൻസ്? S2 S1 S0 ആണോ. പിന്നെ എനിക്ക് വരുന്നത് നോക്ക്, ഞാനിതിൻ്റെ ട്രൂത്ത് ടേബിളാണ് ആദ്യം വരയ്ക്കുന്നത്. അപ്പോൾ S2 S1 S0 3 സെലക്ഷൻ ലൈൻസിന് 8 പോസിബിൾ ഇൻപുട്ട് വരും. 0 0 0 തൊട്ട് 1 1 വരെയുള്ള 8 പോസിബിൾ കോമ്പിനേഷൻസ് വരും. ഈ 8 പോസിബിൾ കോമ്പിനേഷനിൽ ഏത് ഔട്ട്പുട്ട് സെലക്ട് ആയി എന്ന് തീരുമാനിക്കുന്നത് നമ്മളെ ഇൻപുട്ടിലെ വാല്യൂസാണ്. അപ്പോൾ ഇൻപുട്ടിൽ ഓൾറെഡി നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട് 0 1 4 7. അപ്പോൾ 0ൻ്റെ വാല്യൂം 1ൻ്റെ വാല്യൂം 4ൻ്റെ വാല്യൂം 7ൻ്റെ വാല്യൂ മാത്രം ഞാൻ 1 ആക്കി. ഇതല്ലാത്ത വാല്യൂസൊക്കെ എന്താക്കി? 0 ആക്കി. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, നമ്മൾ 4:1 8:1 മക്സിൽ 8 ഔട്ട്പുട്ട് വരും. 1 2 3 4 5 6 7 8 അല്ലേ. ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? 1ഉം 0യും 1ഉം 4ഉം 7ഉം കോമൺ ആയിട്ട് എടുത്തിട്ട് ഈ കോമൺ വാല്യൂവിനെ നമ്മൾ 1ലേക്ക് കണക്ട് ചെയ്യും, ലോജിക്കൽ 1ലേക്ക്. സെയിം വേ ബാക്കി വരുന്ന ഈ 4 കേസസ് കണ്ടോ, ബാക്കി വരുന്ന 4 കേസിനെ നമ്മൾ ലോജിക്കൽ 0ലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ 1നെ 1 ആയിട്ടും 0നെ 0 ആയിട്ടും കണക്ട് ചെയ്തു. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് എഫ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 8:1 മക്സ് വെച്ച് ഡിസൈൻ ചെയ്യുക. വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്. ഇതേ നമുക്ക് 4:1 മക്സ് വെച്ചും ഇതേ ക്വസ്റ്റ്യൻ വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ 4:1 മക്സ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ മേജർ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ 4:1 മക്സിന് 2 സെലക്ഷൻ ലൈൻസാണ് ഉള്ളത്, 4 ഇൻപുട്ടാണ് ഉള്ളത്. പക്ഷേ നമുക്കിവിടെ 7 വരെയുള്ള വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട് പ്രോബ്ലത്തിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 8:1 മക്സ് രൂപത്തിലുള്ള നമ്മുടെ എക്സ്പ്രഷനെ നമുക്ക് 4:1 രൂപത്തിലേക്ക് മാറ്റാൻ ഒരു ഔട്ട്പുട്ടിനെ നമുക്കൊരു കമ്പാരിസൺ എന്നുള്ളൊരു പ്രിൻസിപ്പൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മിൻ ടേംസ് നമുക്ക് 0 to 7 വരെ ഉണ്ട്. S2 S1 എന്നുള്ളത് സെലക്ഷൻ ലൈൻസ് ആയിട്ട് എടുത്തു. അഡീഷണലി ഒരു C എന്നുള്ള വാല്യൂ, ഇത് ശരിക്കും S0 ആയിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ബേസിക്കലി S2 S1 എന്നുള്ളതാണ് നമ്മുടെ സെലക്ഷൻ ലൈൻ. C എന്നുള്ളത് നമ്മളൊരു അഡീഷണൽ വാല്യൂ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്തു? 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1 ഇങ്ങനെ 8 പോസിബിൾ വാല്യൂസ് വന്നു. ഈ 8 പോസിബിൾ വാല്യൂസിൽ ഏതൊക്കെയാണ് നമുക്ക് എഫ് ആയിട്ട് വരിക? എഫ് എന്നുള്ള ഔട്ട്പുട്ടിൽ 0 വരും, 1 വരും, 4 വരും, 7 വരും. അപ്പോൾ നിങ്ങൾ നോക്കുക, ബേസിക്കലി എനിക്കിപ്പോൾ 2 സെറ്റ് വാല്യൂസ് വന്നു, സിയും എഫും. അപ്പോൾ 8 വാല്യൂസിനെ നമുക്ക് 4 വാല്യൂസായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഈ സിയും എഫും തമ്മിൽ ഞാനൊരു കമ്പാരിസൺ ചെയ്യും. അതായത് 8 എന്നുള്ളത് 4 ആവാൻ നിയറസ്റ്റ് ആയിട്ടുള്ള 2 വാല്യൂസിനെ ഞാൻ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. ഇതും കമ്പയർ ചെയ്യും, ഇതും കമ്പയർ ചെയ്യും, ഇതും കമ്പയർ ചെയ്യും, ഇതും കമ്പയർ ചെയ്യും. അപ്പോൾ നമുക്കിവിടെ കിട്ടും, ഫസ്റ്റ് നിങ്ങൾ സിയും എഫും കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടും സീൻ്റെ വാല്യൂ 0, എഫിൻ്റെ വാല്യൂ 1. സീൻ്റെ വാല്യൂ 1 ആകുമ്പോഴും, അപ്പോൾ സീൻ്റെ വാല്യൂ എന്താണെങ്കിലും എഫ് എന്നുള്ളത് എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് കിട്ടുന്നത്, 1. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷനിൽ മാർക്ക് ചെയ്യാം F = 1. സെയിം വേ രണ്ടാമത്തെ കേസിൽ സിക്ക് 0 വന്നു, സിക്ക് 1 വന്നു. സിക്ക് 0 വന്നപ്പോൾ എഫ് 0 ആണ്, സിക്ക് 1 വന്നപ്പോൾ എഫ് 0 ആണ്. അപ്പോൾ 2 കേസിലും എഫിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് എഫിനെ ഡിഫൈൻ ചെയ്യാം F = 0. സെയിം വേ നമുക്ക് മൂന്നാമത്തെ കണ്ടീഷൻ നോക്കാം. സീൻ്റെ വാല്യൂ 0 ആകുമ്പോൾ എഫിൻ്റെ വാല്യൂ 1, സീൻ്റെ വാല്യൂ 1 ആകുമ്പോൾ എഫിൻ്റെ വാല്യൂ 0. അതിൻ്റെ മീനിങ് എന്താ? സീൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എഫ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ മാർക്ക് ചെയ്യാം F = C⁻. ഓക്കെ, C⁻ ഉണ്ട്. അടുത്ത പോസിബിൾ കണ്ടീഷൻ നിങ്ങൾ നോക്കുക. അടുത്ത പോസിബിൾ കണ്ടീഷൻ സീൻ്റെ വാല്യൂ 0 ആകുമ്പോൾ എഫിൻ്റെ വാല്യൂ 0, സീൻ്റെ വാല്യൂ 1 ആകുമ്പോൾ എഫിൻ്റെ വാല്യൂ 1. സോ വാട്ട് എവർ ദി വാല്യൂ ഓഫ് സി, ദ സെയിം വാല്യൂ വിൽ റിപ്പീറ്റഡ് അറ്റ് എഫ്. അപ്പോൾ നമുക്ക് പറയാം എഫും സിയും എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ഈ ബേസിൽ നമുക്ക് വരയ്ക്കാം അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത്രയും സിമ്പിളാണ്. 4 വാല്യൂസ് വരുന്ന ഏതൊക്കെയാണ്? 4 വാല്യൂസ് ഒരു 4:1 മക്സ് വരച്ചു. S2 S1 മുതൽ സെലക്ഷൻ ലൈനാണ്.
4 വാല്യൂസ്, ഒന്ന് 1, ഒന്ന് 0, ഒന്ന് C ബാർ, ഒന്ന് C, ഔട്ട്പുട്ട് Y അല്ലെങ്കിൽ F. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 4:1 മാർക്സ് വെച്ചിട്ട് ഈ ബൂലിയൻ ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നെങ്കിൽ 4 എന്നുള്ള പോസിബിലിറ്റി വരാം. 4:1 നമുക്ക് കുറച്ചും കൂടി അധികം ചെയ്യാനുള്ളത് കൊണ്ട് 4:1 നിങ്ങൾക്ക് കൂടുതൽ വെയിറ്റേജ് കിട്ടാം, മാർക്കിന് 5 മാർക്ക് വരെ കിട്ടാം. 3 മാർക്ക് 8:1 മാർക്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ കിട്ടാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ഐഡിയ മനസ്സിലായോ? നോർമൽ കേസിൽ 4 ആയിരിക്കും ഡിവിഷൻ വരിക. ഓക്കെ, അപ്പോൾ ഞാൻ പ്രയോറിറ്റി കൂടുതൽ കൊടുത്തത് 4:1 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇത് ഞാനിവിടെ ബ്ലാങ്ക് ആയിട്ട് ഇടാൻ കാരണം ഇത് ഞാൻ നിങ്ങൾക്ക് വരച്ച് തരാം സെപ്പറേറ്റ്. ഡിസൈൻ എ മോഡ് 12 അസിൻക്രണസ് കൗണ്ടർ യൂസിങ് T ഫ്ലിപ്പ് ഫ്ലോപ്പ്, അല്ലേ? ഇതല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം അസിൻക്രണസ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കായിട്ട് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കിതിന് അസിൻക്രണസ് കോൺഫിഗറേഷൻ എന്ന് പറയാം. അപ്പോൾ അസിൻക്രണസ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഡിസൈൻ ചെയ്യേണ്ടത്. മോഡ് 12 ആണ്. T ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലേ? അപ്പം മോഡ് 12 എന്ന് പറഞ്ഞാൽ 0 തൊട്ട് 11 വരെ കൗണ്ട് ചെയ്യണം. അപ്പോൾ ബേസിക്കലി നമ്മൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യും. 4 ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഇത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഇത് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഇത് തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഇത് ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, അപ്പോൾ ഈ 4 ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പ്രത്യേകത, T ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയതുകൊണ്ട് നമുക്കിതിനെ TA, TB, TC, TD എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടേണ്ടത് ടോഗിൾ കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ ഈ 4 ഇൻപുട്ടുകളും കോമൺ ആയിട്ട് എന്ത് ചെയ്യും? ഷോർട്ട് ചെയ്യും. ഷോർട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ലോജിക്കൽ ഹൈ കൊടുക്കും. ഈ ലോജിക്കൽ ഹൈ കൊടുക്കാനുള്ള പർപ്പസ് എന്ത് കണ്ടീഷൻ അച്ചീവ് ചെയ്യാനാണ്? ടോഗിൾ കണ്ടീഷൻ അച്ചീവ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം, ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ക്ലോക്ക് കൊടുക്കും. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് QE ആണെന്ന് നമുക്കറിയാം. സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് QB ആണെന്ന് അറിയാം. തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് QC ആണെന്ന് അറിയാം. ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പ് QD ആണെന്ന് അറിയാം, അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കായിട്ട് കണക്ട് ചെയ്യും. സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കായിട്ട് കണക്ട് ചെയ്യും. തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് എടുത്തിട്ട് ഔട്ട്പുട്ട് എടുത്തിട്ട് ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ QD ആണ് നമ്മുടെ ഔട്ട്പുട്ട്. QD, QC, QB, QA ആണ്. അപ്പോൾ ബേസിക്കലി ഇത് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പ്രത്യേകത, നമ്മൾ ഈ 4 ഫ്ലിപ്പ് ഫ്ലോപ്പിലും കണക്ട് ചെയ്തിരിക്കുന്ന ക്ലോക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ക്ലോക്കാണ്. നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ക്ലോക്ക് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ റേസ് അറൗണ്ട് കണ്ടീഷൻ ഓവർകം ചെയ്യാൻ നമ്മൾ നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ക്ലോക്ക് യൂസ് ചെയ്യും. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി നിങ്ങൾക്കറിയാം, നിങ്ങൾ മോഡ് 12 കൗണ്ടർ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളിത് ക്ലോക്ക് കണ്ടീഷൻ പറയുകയാണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് QD, QC, QB, QA എന്നുള്ള ഔട്ട്പുട്ടിൻ്റെ ഓർഡറാണ്. ഓക്കെ, QD, QC, QB, QA. അപ്പോൾ ഏത് തൊട്ട് ഏതുവരെ കൗണ്ട് ചെയ്യും? 0 0 0 0. ഇനീഷ്യൽ ക്ലോക്കിൽ ഫസ്റ്റ് ക്ലോക്കിൽ 0 0 0 1, സെക്കൻഡ് ക്ലോക്കിൽ 0 0 1 0, തേർഡ് ക്ലോക്കിൽ 0 0 1 1, ഫോർത്ത് ക്ലോക്കിൽ 0 1 0 0, ഫിഫ്ത്ത് ക്ലോക്കിൽ 0 1 0 1, സിക്സ്ത് ക്ലോക്കിൽ 0 1 1 0, സെവൻത്ത് ക്ലോക്കിൽ 1 0 0 0 1 1, എയ്ത്ത് ക്ലോക്കിൽ 1 0 0, നയൻത്ത് ക്ലോക്കിൽ 1 0 0 1, 10th ക്ലോക്കിൽ 1 0 1 0, 11th ക്ലോക്കിൽ 1 0 1 1. അപ്പോൾ 11 വരെ കൗണ്ട് ചെയ്തു, അല്ലേ? 0 തൊട്ട് 11 വരെ കൗണ്ട് ചെയ്തു. 12ാമത്തെ കൗണ്ട് ഏതാണ്? 1 1 0 0 ആണ്. 12ാമത്തെ സ്റ്റേറ്റ് നിങ്ങളൊന്ന് ഇവിടെ മാർക്ക് ചെയ്ത് വയ്ക്കുക. 12ാമത്തെ സ്റ്റേറ്റ് ഏതാണ്? 1 1 0 0. പക്ഷേ 1 1 0 0 എന്നുള്ളൊരു കൗണ്ടിങ് സീക്വൻസ് വരാൻ പാടില്ല. കാരണം എന്താ? മോഡ് 12 കൗണ്ടർ ആയതുകൊണ്ട് 0 തൊട്ട് 11 വരെ മാത്രമേ കൗണ്ട് ചെയ്യാൻ പാടുള്ളൂ, 12 വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള കോൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. 12 എന്നുള്ളൊരു കണ്ടീഷൻ ബേസിക്കലി നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം, ഈ 1 1 0 0 എന്നുള്ളത് QD, QC, QB, QA ഓർഡറിൽ എടുക്കുക. അപ്പോൾ QD എടുത്തു, 1 1 മാത്രം നോക്കിയാൽ മതി. QDയിൽ നിന്ന് ബേസിക്കലി QD എടുത്തു, അതുപോലെ QC എടുത്തു. ക്യൂബിങ് QA ആവശ്യമില്ല, കാരണം അത് രണ്ട് 0 ആണ്. നമ്മൾ ഒരു NAND ഗേറ്റിലേക്ക് കണക്ട് ചെയ്തു. NAND ഗേറ്റ്, ഈ NAND ഗേറ്റിൻ്റെ ഔട്ട്പുട്ടുകൾ നമ്മൾ മ്യൂച്വലി 4 ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും കോമൺ ആയിട്ട് കണക്ട് ചെയ്തു. 4 ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും കോമൺ ആയിട്ട് കണക്ട് ചെയ്തു.
അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ എപ്പോഴാണോ 1100 ഒക്കർ ചെയ്യുന്നത് 1100 ഒക്കർ ചെയ്യുന്ന മൊമെൻറ്റിൽ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പും റീസെറ്റ് ആവും. അപ്പോൾ 0 തൊട്ട് 11 വരെ മാത്രമേ നമ്മുടെ കൗണ്ടർ കൗണ്ട് ചെയ്യുള്ളൂ. 12 എന്നുള്ള സ്റ്റേറ്റ് ഒക്കർ ചെയ്യില്ല. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു മോഡ് 12 അസിൻക്രണസ് കൗണ്ടർ ഡിസൈൻ ചെയ്യാം. മോഡ് 12 അസിൻക്രണസ് കൗണ്ടർ. അപ്പോൾ ഇതിൽ കുറേ പേര് ചോദിച്ചിരുന്നു ഇതിൻ്റെ ടൈമിംഗ് ഡയഗ്രം എങ്ങനെ വരയ്ക്കുന്നു എന്ന്. അപ്പോൾ ടൈമിംഗ് ഡയഗ്രം മാൻഡേറ്ററി ആണ്. 14 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയതുകൊണ്ട് ടൈമിംഗ് ഡയഗ്രം നിർബന്ധമായിട്ട് നിങ്ങൾ വരയ്ക്കണം. അപ്പോൾ സർക്യൂട്ട് നിങ്ങൾക്ക് ക്ലിയർ ആണ്. അപ്പോൾ ഞാനിതിട്ടിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ നോക്കുക. എക്സ്പ്ലനേഷന് 3 മാർക്ക്, ട്രൂത്ത് ടേബിളിന് 3 മാർക്ക്, ഡിസൈൻ 6 മാർക്ക്, ടൈമിംഗ് ഡയഗ്രത്തിന് 2 മാർക്ക്. ഓക്കെ. അപ്പോൾ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ ഫൈനൽ ലോജിക് ഡയഗ്രാണ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഞാനിതിൻ്റെ ടൈമിംഗ് ഡയഗ്രം നിങ്ങൾക്ക് വരച്ച് തരാം. നിങ്ങൾക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും ഡൗട്ട് വരുന്നത് കൊണ്ടാണ് ടൈമിംഗ് ഡയഗ്രം ഞാൻ വരച്ചിരുന്നത്. അപ്പോൾ ഈ ടേബിൾ വെച്ചിട്ട് നമുക്ക് ടൈമിംഗ് ഡയഗ്രം വരയ്ക്കാം അല്ലേ. അപ്പോൾ ടൈമിംഗ് ഡയഗ്രം വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് ക്ലോക്കിൻ്റെ കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ക്ലോക്ക് ഏതാണ് നമുക്കറിയാം. നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് ക്ലോക്കാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. യെസ്. Zero 1 2 3 4 5 6 7 8 9 10 11 12 ഇത്രയും വേണേ. ഫുള്ളി ഞാൻ വരച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് ക്ലോക്ക് ആദ്യം കംപ്ലീറ്റ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ്ങിലല്ലേ കണ്ടീഷനൊക്കെ അറിയാം. അപ്പോൾ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ്ങിൻ്റെ ഈ ലോവർ ട്രിഗറിങ് വാല്യൂ നിങ്ങൾ ജസ്റ്റ് താഴേക്ക് ഡോട്ടഡ് ലൈനായിട്ട് വരയ്ക്കുക. ഓക്കെ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യൂ ഡി ക്യൂ സി ക്യൂ ബി ക്യൂ എ ആണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ക്യൂ ഡി അപ്പോൾ നോക്കുക, ക്യൂ ഡി വരയ്ക്കണം, ക്യൂ സി വരയ്ക്കണം, ക്യൂ ബി വരയ്ക്കണം, ക്യൂ എ വരയ്ക്കണം. അപ്പോൾ എല്ലാത്തിൻ്റെയും ഇനീഷ്യൽ വാല്യൂ എന്താണ്? ഇനീഷ്യൽ ക്ലോക്കിൽ 4 എന്താണ്? 0 ആണ്. ഫസ്റ്റ് ക്ലോക്ക് ആയപ്പോൾ എന്ത് സംഭവിച്ചു? 0 0 0 1 ആയി. അതായത് ക്യൂ എ മാത്രം ചേഞ്ച് ചെയ്തു. അപ്പോൾ ക്യൂ ഡി 0, ക്യൂ സി 0, ക്യൂ ബി 0, ക്യൂ എന്നുള്ളത് 0യിൽ നിന്ന് എന്തായി? 1 ആയി. രണ്ടാമത്തെ ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്തപ്പോഴോ 0 0 1 0 ആയി. 0 0 1 0 എന്ന് പറയുമ്പോൾ ക്യൂ ഡി 0, ക്യൂ സി 0, ക്യൂ ബി 1, ക്യൂ സി 0, 0 0 1 0. തേർഡ് ക്ലോക്ക് പൾസ് ആയപ്പോൾ 0 0 1 1 ആയി. ക്യൂ ഡി 0, ക്യൂ സി 0, ക്യൂ ബി 1, ക്യൂ എ 1, 0 0 1 1. അടുത്ത ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? 0 0 1 1 കഴിഞ്ഞ് 0 1 0 0 ആയി. ക്യൂ ഡി 0, ക്യൂ സി 1, ക്യൂ ബി 0, ക്യൂ എ 0, 0 1 0 0. ഇങ്ങനെ നിങ്ങൾ എത്ര സ്റ്റേറ്റ് വരെ വരയ്ക്കണം? 11 സ്റ്റേറ്റ് വരെ ടൈമിംഗ് ഡയഗ്രം കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ടൈമിംഗ് ഡയഗ്രം നിങ്ങൾക്ക് ഏകദേശം ഐഡിയ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്ലൈവ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ 7 മാർക്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കോൺസെപ്റ്റ് ഓഫ് റേസ് അറൗണ്ട് കണ്ടീഷന് 2 മാർക്ക്, മാസ്റ്റർ സ്ലൈവ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സർക്യൂട്ടിന് 3 മാർക്ക്, എക്സ്പ്ലനേഷന് 2 മാർക്ക്. ഇങ്ങനെയാണ് ഞാൻ സ്പ്ലിറ്റ് അപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ജെയും കെയും 1 ആവുന്ന മൊമെൻറ്റിൽ ടോഗിൾ കണ്ടീഷൻ വരുന്ന സമയത്ത് നമുക്ക് കുറയുന്നൊരു പ്രോബ്ലം ആയിരുന്നു റേസ് അറൗണ്ട് കണ്ടീഷൻ. ഇതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്തൊരു സർക്യൂട്ടായിരുന്നു മാസ്റ്റർ സ്ലേവ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ഇതിൽ ബേസിക്കലി ഒരു മാസ്റ്ററും ഒരു സ്ലേവും യൂസ് ചെയ്യും. ഇതിനെങ്ങനെയാണോ നമ്മൾ ഇതിനെ ഓവർകം ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്ന ക്ലോക്കിൻ്റെ ഇൻവേർട്ടഡ് വേർഷൻ ആയിരിക്കും നമ്മൾ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കണക്ട് ചെയ്യുക. ഫസ്റ്റ് മാസ്റ്ററിലേക്ക് കണക്ട് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്ലോക്കാണ് സ്ലേവിലേക്ക് കണക്ട് ചെയ്യുക. ഈ രീതിയിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു മാസ്റ്ററും ഒരു സ്ലേവും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാസ്റ്റർ എന്ന് പറയുന്നൊരു ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പും സ്ലേവ് എന്ന് പറയുന്നൊരു ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പുമാണ്. അപ്പോൾ മാസ്റ്ററിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത ക്ലോക്കിൻ്റെ ഇൻവേർട്ടഡ് ഫോമാണ് സ്ലേവിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഈ രീതിയിലാണ് നമ്മളിതിൻ്റെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ശരിക്കും ഇതിൻ്റെ ലോജിക് ഡയഗ്രം മാത്രമാണ്. ഫൈനൽ സർക്യൂട്ട് ഡയഗ്രം നിങ്ങൾക്ക് ഇത് വെച്ച് കംപ്ലീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ.
അപ്പോൾ 18A ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 18B ഡിറൈവ് ദി ഔട്ട്പുട്ട് ഓഫ് Qn+1 ഇൻ ടേംസ് ഓഫ് Jn, Kn ആൻഡ് Qn. അപ്പോൾ ബേസിക്കലി ഇത് പറയുന്നത് നമുക്ക് Qn+1 ഡിറൈവ് ചെയ്യണം ഇൻ ടേംസ് ഓഫ് Jn, Kn ആൻഡ് Qn. അപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ വരയ്ക്കാനാണ്, അതുപോലെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാനാണ് ഇവിടെ മീൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ വരയ്ക്കണമെങ്കിൽ ആദ്യം നമ്മളതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കണം. ട്രൂത്ത് ടേബിളിൽ നിന്നാണ് നമ്മൾ എന്ത് വരയ്ക്കുക? ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ വരയ്ക്കുക. എല്ലാവർക്കും അറിയാം. അപ്പോൾ Qn ആണ് ഇൻപുട്ട്, Jയും Kയും ഇൻപുട്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ Qnഉം Jയും Kയും വെച്ചിട്ട് Qn+1 കണ്ടുപിടിക്കും. Qn+1ൻ്റെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് Qn ബാർ ഇൻറ്റു J പ്ലസ് Qn ഇൻറ്റു K ബാർ ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ടേബിൾ വരയ്ക്കുന്നതിന് 5 മാർക്കും ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുന്നതിന് 2 മാർക്കുമാണ്. അപ്പോൾ വരയ്ക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ സഹിതം വേണം, അതിനാണ് 5 മാർക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്പ്ലിറ്റപ്പ് വരുന്നത്. ഓക്കെ, 7 മാർക്കാണ് മൊത്തം വരുന്നത്. ഓക്കെ, അടുത്തത് 19ഉം 20ഉം ക്വസ്റ്റ്യൻസ് വരുന്നത് 5th മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ലോജിക് ഫാമിലീസ് റിലേറ്റ് ചെയ്തിരിക്കുന്ന തിയറട്ടിക്കൽ പോർഷനാണ് 19ലും 20ലും ചോദിക്കുക. 19ാമത്തെ ക്വസ്റ്റ്യൻ 19A എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ അബൌട്ട് TTL വിത്ത് ഓപ്പൺ കളക്ടർ കോൺഫിഗറേഷൻ. നമ്മൾ TTLൻ്റെ ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻസ് പഠിച്ചിരുന്നു, ടോട്ടം പോളും ഓപ്പൺ കളക്ടറൊക്കെ. അപ്പോൾ ഈ ഓപ്പൺ കളക്ടർ കോൺഫിഗറേഷൻ TTL എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ സർക്യൂട്ട്. ഓക്കെ, ഈ സർക്യൂട്ട് നിങ്ങൾ വരയ്ക്കണം, അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതണം. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ബേസിക്കലി നമുക്ക് ഈ TTLൻ്റെ ഓപ്പൺ കളക്ടർ സർക്യൂട്ടിന് 4 മാർക്കും അതിൻ്റെ എക്സ്പ്ലനേഷന് 4 മാർക്കുമാണ് ഞാൻ ഇട്ടിരിക്കുന്ന സ്പ്ലിറ്റപ്പ്. ഇങ്ങനെയാണ് ബേസിക്കലി ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഓപ്പൺ കളക്ടർ TTL NAND ഗേറ്റിൽ പറയേണ്ടത്. ഓക്കെ, 19Bയും തിയറട്ടിക്കൽ പോർഷനാണ്. 19A എന്നുള്ളത് 8 മാർക്കായിരുന്നെങ്കിൽ 19B എന്ന് പറയുന്നത് 6 മാർക്കാണ്. ഡ്രോ ECL ബേസിക് ഗേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി ECL എമിറ്റർ കപ്പിൾഡ് ലോജിക്ക് പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ബേസിക് ഗേറ്റ് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ബേസിക് ഗേറ്റ് വരിക? ഓക്കെ, അപ്പോൾ ഈ ബേസിക് ഗേറ്റ് വരച്ചിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ചെയ്യുക. ഇതിന് 6 മാർക്കാണ്. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന സ്പ്ലിറ്റപ്പ് നോക്കുക. ECLൻ്റെ സർക്യൂട്ടിന് 3 മാർക്കും ECLൻ്റെ എക്സ്പ്ലനേഷന് 3 മാർക്കും. ഇങ്ങനെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 19ൻ്റെ ഓർ ക്വസ്റ്റ്യനാണ് 20ൽ പറയുന്നത് ഡെമോൺസ്ട്രേറ്റ് ദി CMOS ലോജിക് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ഡീറ്റെയിൽ. അപ്പോൾ CMOS എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ CMOS എന്താണെന്നും CMOSൻ്റെ ഇൻവെർട്ടർ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, നാൻഡും നോറും എന്തായാലും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനുശേഷം അതിൻ്റെ പാരാമീറ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യണം, ഏതൊക്കെ ഡിവൈസസ് യൂസ് ചെയ്തു, അതിൻ്റെ ഓരോ പാരാമീറ്റേഴ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതിന് മൊത്തം 8 മാർക്കാണ്. ഇതിൽ ഞാൻ ഇട്ടിരിക്കുന്ന സ്പ്ലിറ്റപ്പ് CMOSൻ്റെ NAND ഗേറ്റിനും NOR ഗേറ്റിനും ഇൻവെർട്ടറിനും കൂടി 4 മാർക്ക്, ക്യാരക്ടറിസ്റ്റിക്സിന് 2 മാർക്ക്, ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷന് 2 മാർക്ക്. ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്ന സ്പ്ലിറ്റപ്പ്. 20B എന്ന് പറയുന്നത് കമ്പയർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് TTL ആൻഡ് ECL ലോജിക് ഫാമിലീസ്. ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് റഫായിട്ട് ഇട്ടിട്ടുള്ളൂ. TTLൻ്റെ ബേസ് ഗേറ്റ് എന്ന് പറയുന്നത് NAND ആണ്, ECLൻ്റെ ഓറും നോറും ആണ്. ഫാനിന് 12/14 ഗ്രേറ്റർ ദാൻ 10 ആണ്. ഫാൻ ഔട്ട് അതുപോലെ, പവർ ഡിസിപ്പേഷൻ അതുപോലെ, നോയ്സ് മാർജിൻ അതുപോലെ, പ്രൊപ്പഗേഷൻ ഡിലേ, നോയ്സ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഒരു 6 പാരാമീറ്റേഴ്സെങ്കിലും നിങ്ങൾ എഴുതണം കമ്പാരിസൺ പറയുമ്പോൾ. മിനിമം 6 പോയിൻറ്റ്സ് നെസസറി ഫോർ കമ്പാരിസൺ. അപ്പോൾ ഇതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡൗട്ടുള്ള കൂടുതൽ ടഫ് എന്ന് തോന്നുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെയും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ഇനി നിങ്ങൾക്ക് പഠിക്കാം, പ്ലേലിസ്റ്റ് വെച്ചിട്ട് 1 by 1 ആയിട്ട് ഓർഡറായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈമുള്ള എക്സാമാണ്. എല്ലാവർക്കും എങ്ങനെയാണ് ഇതുപോലത്തെ ഒരു എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഐഡിയ ഇപ്പോൾ പറഞ്ഞു. ഇനി നിങ്ങൾ സ്വയം ഒന്നാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സ്വയം 3 hours എടുത്തിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. വർക്കൗട്ട് ചെയ്ത് ഉറപ്പായിട്ട് നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും. കാരണം പബ്ലിക് എക്സാമിന് നല്ലപോലെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കൂടുതൽ എക്സസൈസസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഡൗട്ടുകളുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ.